Hi dears, Nishi's Kitchen Vlogs like Swagadam. In the Dakil, Nala healthy, tasty, mighty, Ragi Dosa Idli. This is very better on Indiana, Idoshi Midlim Dakitile. Appearing in Dakanoka. Naneda, or bowl lake, or a cup, Moduvel Ragi at the Tinde. ഇതിലേക്ക് 1/3 കപ്പ് ഉഴുന്നുപരിപ്പ് ചേർക്കാം 1 ടീസ്പൂൺ ഉലുവ ചേർക്കാം ഇനി ഇതിലേക്ക് നല്ലോണം മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് 5-6 മണിക്കൂർ കുതിർത്ത് വെക്കാം റാഗിയും ഉഴുന്നുപരിപ്പും ഉലുവയെല്ലാം കുതിർത്ത് വെച്ചത് 5 മണിക്കൂറിന് ശേഷം നന്നായി കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതിനെ അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇത് 1/3 കപ്പ് അവല് കുറച്ച് വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞാണ് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് അരക്കാൻ വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ജസ്റ്റ് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ചാൽ മതിയാവും ഇനി ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കാം ഇപ്പോൾ എല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം ഈ കട്ടിക്കാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇതിനി അടച്ച് പൊങ്ങി വരാൻ വേണ്ടി ഓവർനൈറ്റോ അല്ലെങ്കിൽ 7-8 മണിക്കൂറോ വെക്കാം ഇപ്പോൾ റാഗി ദോശക്ക് മാവ് അരച്ച് വെച്ചിട്ട് ഏകദേശം 8 മണിക്കൂറായി കാലാവസ്ഥക്കനുസരിച്ച് ഇത് പൊങ്ങി വരേണ്ട സമയം വ്യത്യാസം ഉണ്ടാവും നല്ല ചൂട് കാലാവസ്ഥയാണെങ്കിൽ 7-8 മണിക്കൂറൊക്കെ മതിയാവും തണുപ്പ് കാലാവസ്ഥയാണെങ്കിൽ 9-10 മണിക്കൂറൊക്കെ വേണ്ടി വരും ഇതിപ്പം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഇങ്ങനെ കാണുമ്പോൾ തിരിയതില്ലേ നല്ലോണം പൊങ്ങി വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം ഇതിനി ഇളക്കി കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം ഞാൻ എപ്പം ഉപ്പ് ചുടുന്നതിന് കുറച്ച് മുമ്പ് മാത്രമേ ചേർക്കാറുള്ളൂ അരി ഇറക്കുമ്പോൾ ചേർക്കാറില്ല ഇതിനി ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു ദോശ തവ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് തവ ചൂടാവുമ്പം ഇതിലേക്ക് എണ്ണയോ നെയ്യോ പുരട്ടാം ഞാനിപ്പോൾ നെയ്യാ പുരട്ടുന്നത് എണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ആയിരിക്കും നല്ലത് എണ്ണ ചൂടാവുമ്പം ഈ ദോശമാവിൽ നിന്ന് ഒരു തവിയോണ്ട് കോരി ഈ ദോശക്കല്ലിലേക്ക് ഒഴിച്ച് നിരത്തി കൊടുക്കാം ഇതിനെ അടച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ദോശ പാകത്തിന് വെന്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് വേവും ഇനി ഇത് പുറത്തേക്ക് എടുക്കാം ഇത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടെടുക്കാം ഞാനിപ്പം ചെയ്യുന്നില്ല നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇഷ്ടം ക്രിസ്പി ആയിട്ട് വേണ്ടുന്നവർ ഒന്ന് തിരിച്ചിട്ടെടുക്കാം ഇതിന് പ്ലേറ്റിലേക്ക് വെക്കാം ബാക്കിയുള്ളത് കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം ഇനി ഇതേ മാവ് കൊണ്ട് തന്നെ ഇഡലിയും കൂടെ ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ മേലെ ഒരു ഇഡലി തട്ട് വെക്കാം ഞാൻ ഈ ഇഡലി തട്ടിൽ കുറച്ച് എണ്ണ വരട്ടിയിട്ടുണ്ട് ഇനി മാവിൽ നിന്ന് കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനെ അടച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ ഇഡലി പാകത്തിന് വന്നിട്ടുണ്ട് ഇതിന് പുറത്തേക്ക് എടുക്കാം ഇഡലി ഇപ്പൊ പുറത്തേക്ക് എടുത്ത് ചൂട് കുറഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്
റാഗി ദോശയും ഇഡലിയും ഞാനൊരു പ്ലേറ്റ് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിന് സൈഡ് ഡിഷ് ആയിട്ട് റെസ്റ്റോറന്റിലെല്ലാം കിട്ടുന്ന പോലത്തെ റെഡ് ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ കുറച്ച് സാമ്പാറിന്റെ ചാറും വിളമ്പിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക്